പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ശൃംഗാരഭാവത്തിൽ പാർവതീ സമേതനായിരിക്കുന്ന ശ്രീ മഹാദേവന്റെ സങ്കല്പത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നതാണ് ആത്മീയ ഐതിഹ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സുപ്രധാന ദേവസ്വങ്ങളിലൊന്നാണിത്. വാസ്തുശില്പപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിലൊന്നായി ഇതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നു. പ്രധാന ശ്രീകോവിലിന്റെ അടിത്തറയിൽ കാണപ്പെടുന്ന കലിവർഷം 4051-4052 വർഷങ്ങളിലെ 2 ശിലാശാസനങ്ങൾ ചരിത്രപരമായ പ്രാധാന്യം വഹിക്കുന്നു. പാർവതിയെ ഇടതുവശത്തിരുത്തി സർവമംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമെന്നതും പ്രസിദ്ധമാണ്. നാഗദൈവങ്ങൾ ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീമൂലരാജേശ്വരി, മഹാവിഷ്ണു എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ചങ്ങനാശ്ശേരി കോഴഞ്ചേരി റോഡിൽ കവിയൂർ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ പടിഞ്ഞാറായി ചുറ്റുപാടുമുള്ള ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നാണ് തൃക്കവിയൂർ ദേശത്തിന് നാഥനായി തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഉത്ഭവ കഥയുമായി സാദൃശ്യമുള്ള ഒരു കഥയാണ് കവിയൂർ ക്ഷേത്രത്തിനും. രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണന്മാരും വാനരപ്പടയും അയോധ്യയിലേക്ക് മടങ്ങും വഴി ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നാണ് ഐതിഹ്യം. അശോക വിമാനത്തിലിരുന്ന് താഴെയുള്ള പ്രദേശത്തിന്റെ മനോഹാരിതയിൽ മുഴുകിയ സീതയുടെ ആഗ്രഹപ്രകാരമാണ് പുഷ്പക വിമാനത്തിൽ പറക്കുന്ന ശ്രീരാമനും പരിവാരങ്ങളും കവിയൂരിൽ ഇറങ്ങിയതത്രേ. ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണെന്ന് കണ്ട് ശ്രീരാമൻ ഉത്തമ ശിവലിംഗം കണ്ടെടുത്തു വരുവാൻ ഹനുമാനെ നിയോഗിച്ചു. ശുഭമുഹൂർത്തം എത്തിയിട്ടും ഹനുമാൻ മടങ്ങി വരാതിരുന്നതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ച് രാമൻ പ്രതിഷ്ഠ നിർവഹിച്ചു. മടങ്ങിയെത്തിയ ഹനുമാൻ തന്റെ പ്രയത്നം വിഫലമായതിൽ ഖിന്നനായി എന്നും മനസ്സിലാക്കിയ രാമൻ താൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റി ഹനുമാൻ കൊണ്ടുവന്നത് പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അതിശക്തനായ ഹനുമാന് പക്ഷേ രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ചലിപ്പിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഹനുമാൻ ആ സന്നിധിയിൽ നിത്യവാസം ആരംഭിച്ചുവെന്നും അങ്ങനെ ആ ദേശത്തിന് കവിയൂർ അഥവാ കവിയുടെ ഊര് എന്ന് പേര് വന്നുവെന്നും കവിയൂര് ലോപിച്ച് കവിയൂരായി എന്നുമാണ് ഐതിഹ്യം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ദിവ്യമായ കവിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വില്വമംഗലം സ്വാമിയാർ മതിൽക്കകത്തെ ഇലഞ്ഞിയിൽ ഹനുമാന്റെ സാന്നിധ്യം കാണുകയും നാലമ്പലത്തിന്റെ വായുകോണിൽ ജപക്കിണ്ടി കമഴ്ത്തിവെച്ച് അതിന്മേൽ ഹനുമാനെ കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് മറ്റൊരൈതിഹ്യം. പരശുരാമൻ സ്ഥാപിച്ച 64 ബ്രാഹ്മണ ഗ്രാമങ്ങൾ, അതായത് 32 തുളു ഗ്രാമങ്ങളും 32 മലയാള ഗ്രാമങ്ങളും, അതിലൊന്നാണ് കവിയൂർ. കൊട്ടാരക്കര, കുഴിമതിക്കാട്, കലഞ്ഞൂർ, തൃക്കൊടിത്താനം, പായിപ്പാട് എന്നീ സ്ഥലങ്ങളിലെ നമ്പൂതിരിമാർ കവിയൂർ ഗ്രാമക്കാരാണ്. കവിയൂരിന്റെ ഗ്രാമക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. കവിയൂർ ഗ്രാമത്തിലെ 10 ഇല്ലത്തിൽ പോറ്റിമാരായിരുന്നു ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ പോറ്റിമാർക്കായിരുന്നു ക്ഷേത്രാധികാരം. കൊല്ലവർഷം 1076 ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ക്ഷേത്രം തിരുവിതാംകൂർ സർക്കാർ ഏറ്റെടുത്തു. അളവറ്റ സമ്പത്തും പ്രസിദ്ധിയും കണക്കിലെടുത്ത് ക്ഷേത്രത്തിന് ഫസ്റ്റ് ക്ലാസ് പദവിയും നൽകി. പ്രതിദിനം അനേകശതം വിശ്വാസികൾ ദർശനത്തിനെത്തുന്ന ഈ മഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വങ്ങളിലൊന്നാണ്. 1937 പ്രസിദ്ധീകരിച്ച പതിവനുസരിച്ച് കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 18 ആട്ടവിശേഷങ്ങളുണ്ട്. കാലാന്തരത്തിൽ ഇവയിൽ ചിലതൊക്കെ നിന്നുപോവുകയും പുതിയ ചില ഉത്സവങ്ങൾ നടപ്പിൽ വരികയും ചെയ്തു. ഇപ്പോൾ നിലവിലുള്ള പ്രധാന ഉത്സവങ്ങൾ: തിരുവുത്സവം, വർഷം തോറും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി 10 ദിവസം നീളുന്ന ഉത്സവം കൊണ്ടാടുന്നു. 2 മുതൽ 6 വരെ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രം വക
ദേശവഴികളിലേക്ക് ഊരുവലത്തെഴുന്നള്ളത്ത് നടന്നുവരുന്നു. 7, 8, 9 ഉത്സവ ദിനങ്ങളിൽ അനുഷ്ഠാനപരമായ വേലകളി, കാഴ്ച ശ്രീബലി, സേവ എന്നിവ നടക്കുന്നു. കവിയൂരിലെ പള്ളിവേട്ട പ്രസിദ്ധമാണ്. മധ്യ തിരുവിതാംകൂറിന്റെ നാനാഭാഗത്തു നിന്നും അനേകായിരം ആളുകൾ പള്ളിവേട്ട ദിനത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്താറുണ്ട്. തനി തങ്കത്തിൽ തീർത്ത നെറ്റിപ്പട്ടങ്ങളും ചട്ടങ്ങളുമാണ് അന്ന് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുക. 10ാം ദിവസം മണിമലയാറ്റിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പാറപ്പുഴയിലെ തീർത്ഥസ്നാനഘട്ടത്തിലെ ആറാട്ടിന് ശേഷം നടക്കുന്ന ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ തിരുവാറാട്ടോടെയുള്ള എഴുന്നള്ളത്തും 18ാം പടി സേവയോടും കൂടിയാണ് 10 ദിവസത്തെ ഉത്സവം സമാപിക്കുന്നത്. ധനുമാസത്തിലെ മൂലം നാളിലാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത്. 7 ദിവസത്തെ ചടങ്ങുകൾ. 7ാം ദിവസം കളഭാഭിഷേകം, പുഷ്പഘോഷയാത്ര, പുഷ്പാഭിഷേകം എന്നീ ചടങ്ങുകൾ നടക്കും. ഞാലിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപാരാധന കഴിഞ്ഞാണ് ശ്രീമദ് ഹനുമത് ജയന്തി പുഷ്പരഥ ഘോഷയാത്ര ആരംഭിച്ച് രാത്രി 12 മണിയോടെ ക്ഷേത്രനടയിൽ എത്തിച്ചേരുന്നത്. 1950കളിലാണ് ഹനുമത് ജയന്തി ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉത്രട്ടാതി തിരുനാൾ. കൊല്ലവർഷം 1068 പടിഞ്ഞാറേ നടയിൽ ശ്രീമൂല രാജേശ്വരിയുടെ പ്രതിഷ്ഠ നടന്നതിന്റെ ഓർമ്മയ്ക്ക് നടത്തുന്ന ഉത്സവമാണ് ദേവിയുടെ ഉത്രട്ടാതി മഹോത്സവം. ദേവിയുടെ തിരുനാളോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ആനപ്പുറത്തെഴുന്നള്ളത്തും നടക്കും. ശിവരാത്രി വളരെ വിപുലമായ അനുഷ്ഠാനങ്ങളോടെ ഇവിടെ ആചരിക്കുന്നു. അർദ്ധയാമ പൂജയ്ക്ക് ശേഷം നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള 8 കരകളുടെ പ്രതിനിധികൾ ചേർന്ന് ദീപക്കാഴ്ചയൊരുക്കും. കാലപ്പഴക്കത്താൽ മഹാക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കുകൾ തകരാറായതിനാൽ ഭക്തജന സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തുവാൻ ഒരുങ്ങുകയാണ്. പ്രസിഡന്റ് OK മുരളീധരൻ നായർ, സെക്രട്ടറി അനീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സഹദേവൻ, അഭിജിത്ത് സദാശിവൻ ജോയിന്റ് സെക്രട്ടറിയുമായ ക്ഷേത്രോപദേശക സമിതി. ചരിത്രപ്രധാനമായ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ മഹാദേവനും പാർവതിയും ഹനുമാൻ സ്വാമിയും താഴെ മഹാവിഷ്ണുവുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠയാണ് തൃക്കവിയൂർ മഹാദേവൻ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് വില്ലുങ്കൽ സ്വാമിയാരാണ്. താഴത്തെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ പരശുരാമൻ്റെ പ്രതിഷ്ഠയാണ്. അങ്ങനെ കേരളത്തിൽ അറിയപ്പെട്ട 100 ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. നാലമ്പത്തിനകത്താണെങ്കിൽ ദാരുശില്പങ്ങളും പുരാണത്തിൻ്റെ കംപ്ലീറ്റ് കഥകളും അടങ്ങുന്ന ദാരുശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. വെളിയിൽ നിന്നും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ദർശിക്കുന്നതിന് വേണ്ടി എത്തുന്നൊരു സ്ഥലം കൂടിയാണിത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അവൽ നിവേദ്യവും വടമാലയും. ഹനുമാൻ സ്വാമിയുടെ പ്രത്യേക ഒരു വഴിപാടാണ്. അതുപോലെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് മഹാദേവൻ്റെ അടുത്ത് വഴിപാട് നടത്തുന്നതും മംഗല്യഭാഗ്യത്തിനു വേണ്ടി ചെയ്യുന്ന അങ്ങനൊരു ക്ഷേത്രം കൂടിയാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. വർഷം തോറും ഇടവമാസത്തിലെ വെളുത്തപക്ഷ ദ്വാദശി മുതൽ 11 ദിവസമാണ് സഹസ്രകലശം പാർവതീ സമേതനായ മഹാദേവന് നടക്കുന്നത്. 10 ദിവസം കലശാഭിഷേകവും 11ാമത്തെ ദിവസം കളഭാഭിഷേകവും നടക്കുന്നു. ദിവസേനയുള്ള അഭിഷേകങ്ങൾക്കായി ജലം 90 ചെമ്പുകുടത്തിലും 10 വെള്ളിക്കുടത്തിലും 1 സ്വർണ്ണക്കുടത്തിലുമായി പൂജിക്കുന്നു. 11ാമത്തെ ദിവസം ഉദയാസ്തമന പൂജയും ആനപ്പുറത്ത് ശ്രീബലികളുമുണ്ട്. ഹനുമാൻ സ്വാമി നടയിലെ 12 കളഭം നടക്കുന്നത് എല്ലാ വർഷവും ചിങ്ങമാസം 1 മുതൽ 12 വരെ തീയതികളിലാണ്. ഹനുമാൻ സ്വാമി നട പുനരുദ്ധരിച്ചതിന്റെ ഭാഗമായാണ് കൊല്ലവർഷം 1107 മുതൽ 12 കളഭം ആരംഭിച്ചത്. തൃക്കവിയൂരപ്പന്റെ പ്രധാന വഴിപാടുകൾ ഇങ്ങനെയാണ്: ജലധാര, ക്ഷീരധാര, മുഴുക്കാപ്പ്, ഉണ്ണിയപ്പം, കടും പായസം, ഭസ്മം ചാർത്ത്, മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ്. ഹനുമാൻ സ്വാമിക്ക് അവൽ പന്തിരുനാഴിയും വടമാലയുമാണ് മുഖ്യ വഴിപാടുകൾ. വടമാലയും അവൽ പന്തിരുനാഴിയും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി കീഴ്തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം അതിവിശിഷ്ടമായ വഴിപാടാണ്. കന്യമാസത്തിലാണ് തൃക്കവിയൂർ ആയില്യം മഹോത്സവം. എല്ലാ ദിവസവും ഗണപതി ഹോമം നടക്കുന്നുണ്ടെങ്കിലും വിനായക ചതുർത്ഥിക്ക് മഹാഗണപതി ഹോമം വിശേഷമാണ്. തൃക്കവിയൂരപ്പൻ ഈ ദേശത്തിന്റെ നാഥനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വാണരുളുന്നു.